നമ്മൾ മലയാളികളിൽ മൂന്നാറിൽ പോകാത്തവരായിട്ട് ഒരുപക്ഷെ വളരെ ചുരുക്കം ചില ആളുകൾ ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പം ഞങ്ങളും മൂന്നാറിൽ പല തവണ പല ആവർത്തി പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു ദിവസം പോയപ്പോഴാണ് കുറച്ച് സമയം ബാക്കിയുണ്ടായിരുന്നത്. കുറച്ച് നേരത്തെ എത്തി. സാധാരണ വൈകി രാത്രിയാകുമ്പോൾ എത്താറ്. അന്ന് നമ്മളൊരു 2 മണി 3 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് മൂന്നാറെത്തി. 2-4 മണി. അപ്പോൾ നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഒരു ടൈം സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മൾ എപ്പോഴും കാണാറാണ് സൈഡിലൊരു പാർക്ക്, ഗവൺമെൻറ് പാർക്കാണ്. അപ്പോൾ ഒന്നും ഉണ്ടാവില്ല എന്ന് കരുതി ഞങ്ങൾ ജസ്റ്റ് ആ ബ്ലോസം പാർക്കിനകത്തേക്ക് ഒന്ന് കയറി കേട്ടോ. പക്ഷെ അവിടെ ചെന്ന് കണ്ടപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച പോലെ ഒന്നും അല്ല ആ പാർക്ക്. ആക്ച്വലി ആ പാർക്കിനകത്ത് ഇതുപോലുള്ള കുറച്ച് ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ എങ്കിൽ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരുന്നു. ആ ഒരു സമയത്ത് ആ ഒരു തണുപ്പും ആ ഒരു കാലാവസ്ഥയും ആ ഒരു വെട്ടവും വെളിച്ചവും അതൊക്കെ ഒരു വല്ലാത്തൊരു രസമായിരുന്നു. അപ്പം ഞങ്ങൾ ജസ്റ്റ് കയറിയിട്ട് ഇറങ്ങി പോരാമെന്ന് വിചാരിച്ചേ. പക്ഷെ ഞങ്ങൾ അവിടെ ആക്ച്വലി ഇരുട്ട് വരെ നിന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇതുണ്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ കൊച്ചിനെ വെച്ച് സാധാരണ ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലായിടത്തും കാണാറില്ല. ഇത് സേഫാണ്. കുഞ്ഞു കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സാധനത്തിലിട്ടിട്ട് നമ്മൾ അവിടെ ഇട്ടിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് അവർക്കും നമുക്കും സേഫായിട്ട് ഫീൽ ചെയ്യും. നമുക്കും വേണമെന്ന് ഇതുണ്ട്. അതുപോലെ നമുക്ക് ഒരുപോലെ നമുക്ക് ഫാമിലിയായിട്ട് ഫുള്ളി നാടാൻ പറ്റിയ സ്വിങ് ഒക്കെ ഉണ്ട് അവിടെ. അപ്പം അതെല്ലാം ആദ്യം ഞങ്ങൾ കുറച്ചൊരു ഇതായിരുന്നു. പക്ഷേ പിന്നെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആദ്യക്കുട്ടി കാണുന്നുണ്ടെങ്കിലും അവിടെ ഒരു പാർക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾക്കും കുറച്ച് എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് നേരം ഇവിടെ ഇട്ടിങ്ങനെ കളിപ്പിച്ചു. ഇവളുടെ ഒപ്പം നിന്ന് കളിച്ചു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് മുന്നോട്ട് മാറി കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ കണ്ടത് അവിടെ ഒരു ഫിഷ് മസാജ് വേണമെന്ന്. അപ്പോൾ ഇതെന്തും മസാജാണെന്ന് മനസ്സിലായില്ല. സ്ട്രെസ്സൊക്കെ റിലീഫ് ആവുമെന്ന് വെച്ചു. അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങളെന്ന് വെച്ചാൽ എന്നാൽ കയറിയ ഞാൻ ട്രൈ ചെയ്തില്ല. കാര്യം എനിക്ക് ഇത്തിരി ഇക്കിള് കൂടുതലായതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. അവൾ അതിനകത്ത് ചാടി കയറി. അപ്പം അവളുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നാണ് ആൾ പറഞ്ഞത്. ആദ്യം ഭയങ്കര നമുക്ക് ഇറിറ്റേഷൻ തോന്നും, പിന്നെ നമുക്ക് അത് ഓക്കെ ആയിട്ട് തോന്നുമെന്ന് പറഞ്ഞു. പിന്നെ ഈ പെണ്ണ് ഏത് നേരം അതിനകത്തേക്ക് വെള്ളത്തിട്ട് കളിക്കരുതുകൊണ്ട് അവളെ എടുത്തേ മാറ്റി ആദ്യം തന്നെ. അതുകൊണ്ട് അവളുടെ കൈയെല്ലാം കഴിക്കിച്ചു. അപ്പം ഇവള് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. അതായത് ഒരു വല്ലാത്ത എക്സ്പീരിയൻസ്, നമുക്ക് ഭയങ്കര റിലീഫ് കിട്ടുന്നൊക്കെയാണ് അവൾ പറഞ്ഞത് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങൾ പതുക്കെ നടക്കാൻ വെച്ചാൽ അത്യാവശ്യം അങ്ങോട്ടൊക്കെ ഏരിയ ഉണ്ട് നടക്കാൻ. അപ്പോൾ ഈ പച്ചപ്പും ഹരിതാപം നമ്മുടെ കേരളത്തെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതിങ്ങനെ നടന്ന ആ ഒരു വൈകുന്നേരം ആ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നടക്കാനായിട്ട് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് നമ്മളിൽ ഒരിക്കലെങ്കിലും നമ്മൾ അവിടെ നിന്ന് കയറണം. വളരെ നിസ്സാര പൈസ എങ്ങാണ്ടുള്ളൂ അവിടെ കയറാൻ. ഒരാൾക്ക് 40 രൂപ അങ്ങനെ എന്തോ ഉള്ളൂ എന്ന് തോന്നുന്നു. നിന്ന് കുറേ നേരം വൈകി നമ്മൾ അറിഞ്ഞില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേനും അവർ ലൈറ്റെല്ലാം ഓണാക്കി. അപ്പോൾ ഈ ഒരു വെട്ടത്തിൽ ഓൾറെഡി സൂര്യൻ്റെ ചെറിയ വെട്ടം ഉണ്ടല്ലോ, ആ വെട്ടത്തിൽ ആ ലൈറ്റൊന്നും കാണാൻ അത്ര ഭംഗിയല്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ അത് ഭംഗിയായി വന്നു. അതായത് നമുക്ക് അവിടെ എന്താ പറയുക, നമ്മൾ വന്ന ആ ഒരു രീതിയിലൊന്നുമല്ല, നമ്മുടെ തളർച്ചയൊക്കെ നമുക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ആ എല്ലാ ലൈറ്റും വീണ്ടും നമ്മൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു. നമ്മളെവിടെയാ? മൂന്നാർ. നീ എവിടെയായിട്ട് ഇരിക്കണേ? കാറില്